10 മിനിറ്റിൽ ഈസി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാവേ. അതിന് വേണ്ടി ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനകത്ത് പച്ചമുളക് ഇടുന്നത് നല്ലതാണ്. ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് അത് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ആ ബൗളിനകത്ത് ഇട്ടിട്ട് ഈ പരിപാടിയില്ലേ, ഇത് ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇതിങ്ങനെ ചെറുതായിട്ട് പിച്ചി പിച്ചി ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് കട്ട് ചെയ്ത് പോയതാണ്. എന്നിട്ട് ബജി മസാല ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ തട്ടിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതിയെ. ഈ ബജി മസാല ഇല്ലാത്തവർ കുറച്ച് മുളക് പൊടിയും കടലമാവും കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാലും മതിയെ. എന്നിട്ട് കുറച്ച് വെള്ളം കൈകൊണ്ട് ഒന്ന് തളിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കുഴയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചെറിയ പരുവത്തിലാണ് കിട്ടേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയെ. എണ്ണയിലിട്ട് അധികം നേരം മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ ആക്കിയത് കുറച്ചൊന്ന് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. 2 ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടത്തെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കുലാവിയാണ്. അങ്ങനെ കുലാവിയും ഈ ഒരു സ്നാക്സും കൂടാണ് കഴിച്ചു നോക്കിയത്. കുലാവി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഷോർട്സ് കണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത ഷോർട്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.